പ്രണയതീർത്ഥം ഭാഗം 12. ജയ് നേരെ വന്നത് ജിത്തുവിൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ തന്നെയാണ് ബാക്കിയുള്ളതുങ്ങളും ഒത്തുചേരുന്നത്. എല്ലാം കൂടിയ പിന്നെ കളിയായി തമാശയായി അതിൽ സർവവും മറന്ന് ലയിക്കലാണ് പതിവ്. എന്നാൽ ഇന്ന് ഒരുവന് മാത്രം ഒന്നിനും ഒരു ശ്രദ്ധ കിട്ടാത്തതുപോലെ, മറ്റെവിടേക്കോ തൻ്റെ ചിന്തകൾ പാറിപ്പോകുന്നത് പോലെ. അത് പലപ്പോഴായി മറ്റുള്ളവർ ശ്രദ്ധിച്ചെങ്കിലും അവർ അത് ചോദിക്കാൻ മുതിർന്നില്ല. പക്ഷേ റിനുവിന് മാത്രം എന്തോ അവൻ്റെ പ്രവൃത്തി എന്തുകൊണ്ടോ വല്ലാത്തൊരു സംശയം നിറച്ചു. എന്താ ജയ്, എന്താ നീ ആലോചിക്കുന്നത്? റിനു അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചതും അവൻ ഒന്നുമില്ലെന്ന പോലെ തലകുലുക്കി. ഏയ് അങ്ങനല്ല, നിന്റെ മൈൻഡ് ഇവിടെ അല്ലാത്തതുപോലെ. അതെ, അവൾ പറഞ്ഞത് ശരിയാ. വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താണ് മോനെ, വല്ല പെൺപിള്ളേരും മനസ്സിൽ കുടുങ്ങിയോ? ആൽബി ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചതും അവനൊന്ന് ഞെട്ടി. മനസ്സിലേക്ക് ഒരു മുഖം മിന്നൽ വേഗത്തിൽ പാഞ്ഞു വന്നത് അവനറിഞ്ഞു. എന്നാൽ അവൻ്റെ മുഖത്തെ ആ ഞെട്ടൽ റിനുവിൻ്റെ മുഖത്തെ പുഞ്ചിരിയെ നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതെയാക്കി. ഇല്ല ജയ്, ഇനി അഥവാ ഏതെങ്കിലും ഒരുത്തി നിന്റെ മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ അതിനനുവദിക്കില്ല, അവൾ സ്വയമേ മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞു. എന്താടാ, ഉണ്ടോ അങ്ങനെ ആരെങ്കിലും? ദീപു ഒരു ചിരിയോടെ ചോദിച്ചതും അവൻ വേഗം ഇല്ല എന്ന പോലെ തലയാട്ടി. എന്നാൽ ജിത്തുവിൻ്റെ മുഖത്ത് മാത്രം ഒരു ആകിച്ചിരി നിലനിന്നിരുന്നു. അത് കാണെ ജയ് അവനെ കൂർപ്പിച്ചു നോക്കി മിണ്ടരുത് എന്ന് കാണിച്ചതും അവൻ ആയിക്കോട്ടെ എന്ന പോലെ തലയാട്ടിക്കൊണ്ട് കയ്യിലെ ജ്യൂസ് സിപ്പ് ചെയ്തു. ഉച്ചക്ക് പോയവൻ പിന്നെ തിരിച്ചെത്തിയത് രാത്രിയായിരുന്നു. ആ കണ്ണ, എന്ത് പോക്കാൻ നീ പോയത്? ഒന്ന് വിളിച്ചാൽ ഫോണെങ്കിലും എടുത്തൂടെ? ശ്രീദേവി ശാസന രൂപേണ പറഞ്ഞതും അവൻ അവരെ സംശയത്തോടെ നോക്കി. ഞാനിങ്ങനെ പോവാറുള്ളതല്ലേ, പിന്നെന്താ? ആയിക്കോട്ടെ എന്ന് കരുതി ഒന്ന് വിളിച്ചെങ്കിലും പറയാലോ. അമ്മയുടെയും മകൻ്റെയും സംസാരം കേൾക്കെയാണ് അപ്പു താഴേക്ക് വന്നത്. ഇത്ര നേരമായിട്ടും അവനെ കാണാത്തതിൽ അവൾക്കല്പം ഭയമുണ്ടായിരുന്നു. പിന്നെ ദേവിയാണ് അവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് മുറിയിലേക്ക് വിട്ടത്. ആ എന്നാ നീ വാ, ഞാൻ ഭക്ഷണം എടുക്കാം. ഏയ് വേണ്ട, ഞാൻ കഴിച്ചതാ. ഞാൻ എന്നാ പോയൊന്ന് ഫ്രഷ് ആവട്ടെ. അതും പറഞ്ഞുകൊണ്ട് മേലേക്ക് പോയതും പോകുന്ന വഴി തൻ്റെ അടുത്ത് നിൽക്കുന്നവളെ ഒന്ന് പാളി നോക്കാനും അവൻ മറന്നില്ല. കണ്ടില്ലേ മോളെ, ഞാൻ പറഞ്ഞില്ലേ അവനെ കാത്തിരുന്നിട്ടൊന്നും കാര്യമില്ലെന്ന്. ഇങ്ങനെ വൈകുമ്പോൾ അവൻ ഫുഡ് കഴിച്ചിട്ടേ വരൂ. ഇനിയിപ്പോൾ വാ, നമുക്ക് കഴിക്കാം. നീ കഴിക്കാത്തതുകൊണ്ട് ഞാനും കഴിച്ചില്ല. ദേവി പറഞ്ഞതും അവളൊന്ന് വിശ്വസിച്ചുകൊണ്ട് തലയാട്ടി. ശേഷം ഇരുവരും ഭക്ഷണം കഴിച്ചു അടുക്കള വൃത്തിയാക്കി നേരെ മുറികളിലേക്ക് പോയി. അപ്പു മുറിയിലേക്ക് വന്നതും കണ്ടത് കട്ടിലിൽ കിടന്നു ഏത് ബുക്ക് വായിക്കുന്നവനെയാണ്. അവൾ വാതിൽ കുറ്റിയിട്ടുകൊണ്ട് നേരെ ഒരു ഷീറ്റ് എടുത്ത് നിലത്തേക്ക് വിരിച്ചു. എൻ്റെ കൂടെ കിടക്കാൻ ധൈര്യവും വിശ്വാസവും ഉണ്ടെങ്കിൽ വേണൽ കട്ടിലിൽ കിടന്നു. അതിലേക്ക് കിടക്കാൻ പോയതും ഒരുവൻ്റെ സംസാരം കേൾക്കെ അവൾ ഒരു നിമിഷം സ്റ്റക്കായി. മറ്റൊന്നും കൊണ്ടല്ല, ഇന്നലത്തേതുപോലെ കിടന്നു വിറച്ച് പിന്നെ എനിക്ക് തന്നെ പണിയാവണ്ട എന്ന് കരുതിയിട്ട. അവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റി മറ്റെങ്ങോ നോക്കി അലസമട്ടിൽ പറഞ്ഞതും അപ്പു അവനെ കവിളൽപ്പം വീർപ്പിച്ചു നോക്കി. എന്താ? കിടക്കുന്നേൽ കിടക്ക്, എനിക്ക് ലൈറ്റ് ഓഫ് ആക്കണം. ഞാൻ നിലത്ത് തന്നെ കിടന്നോളാം. അങ്ങനെ കഷ്ടപ്പെട്ട് എന്നെ ആരും കിടത്തുമൊന്നും വേണ്ട. അവൾ ശബ്ദം താഴ്ത്തി പരിഭവത്തോടെ ആരോടെന്നില്ലാതെ പറഞ്ഞതും അവനൊരു വേള അവളെ വിളിച്ചു നോക്കി. പെണ്ണിന് നാവ് വെച്ചല്ലോ. കിടക്കുന്നേ കിടക്ക്. വേണ്ട, അങ്ങനെ കഷ്ടപ്പെട്ട് എന്നെ അവിടെ കിടത്തണ്ട. ഞാനിവിടെ തന്നെ നല്ലോണം പുതച്ച് കിടന്നോളാം. കണ്ണേട്ടിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശല്യാവില്ല. അവളും വിട്ടുകൊടുക്കാതെ പറഞ്ഞതും അവനെന്നവളെ അല്പം നേരം അങ്ങനെ അങ്ങ് നോക്കിയിരുന്നു. അല്പം മനസാക്ഷി കാണിച്ചു താഴെ കിടക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ പെണ്ണിന് എവിടെയില്ലാത്ത അഹങ്കാരം. നീ കിടക്കണ്ടടി. അവൻ പല്ലുകടിച്ച് അമർഷത്തോടെ സ്വയം പിറുപിറുത്തുകൊണ്ട് ലൈറ്റ് ഓഫാക്കി വേഗം കട്ടിലിലേക്ക് കമിഴ്ന്നു കിടന്നതും അപ്പു ഒന്ന് ഊർച്ചിരിച്ചു. ഇങ്ങനല്ല, സ്നേഹത്തോടെ വിളിക്ക്. അപ്പോൾ വരാം കണ്ണേട്ടൻ്റെ ഈ അപ്പു.
ഒരു ചിരിയോടെ അവളും ആ ഷീറ്റിലേക്ക് കിടന്നു. രാവിലെ കണ്ണു തുറക്കുമ്പോൾ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും പതിവിലും ഉന്മേഷം ഇന്ന് തനിക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നവൾക്ക് തോന്നി. അങ്ങനെ അടുക്കളയിൽ അമ്മയെ സഹായിക്കാൻ ചെന്നെങ്കിലും കോളേജുള്ള ദിവസങ്ങളിൽ ഈ ഭാഗത്തേക്കേ വരണ്ട എന്നാണ് അവിടുത്തെ ഓർഡർ. പിന്നീട് ചായ കുടിക്കാനിരുന്നപ്പോഴാണ് വർക്കൗട്ട് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി വരുന്നവനെ അവൾ കണ്ടത്. എന്നാൽ അമ്മയോടും മറ്റുമൊക്കെ അവൻ സംസാരിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അവൾക്ക് മാത്രം അവൻ മുഖം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം തലേന്ന് രാത്രി ഉണ്ടായ സംഭവത്തിൽ നിന്ന് ഉടലെടുത്ത പരിഭവമാണെന്ന് മനസ്സിലായതും അവളുടെ കവിളുകൾ ഒന്ന് വിരിഞ്ഞു. ആഹാരം കഴിച്ച് എല്ലാം കഴിഞ്ഞതും അവൻ നേരെ ചെന്ന് റെഡിയായി കീയും കൊണ്ട് താഴേക്ക് വന്നു. ബൈക്കിൽ കയറിയിരുന്നതും തൻ്റെ പിന്നിലായി വരുന്നവളെ അവൻ ആരും അറിയാതെ ശ്രദ്ധിച്ചിരുന്നു. അവൾ നേരെ വന്നു കാറിലേക്ക് കയറാൻ തുടങ്ങുന്നതിന് മുൻപായി മെല്ലെ ഒന്ന് അവനെ പാളി നോക്കിയതും ഇരുവരും പ്രതീക്ഷിക്കാതെ കണ്ണുകൾ പരസ്പരം മുടക്കി. അത് രണ്ടു കൂട്ടരിലും ഒരുപോലെ ഞെട്ടൽ സൃഷ്ടിച്ചു. അവൻ പെട്ടെന്ന് തന്നെ തൻ്റെ മുഖം വെട്ടിച്ചു മാറ്റിക്കൊണ്ട് വേഗം ബൈക്കുമെടുത്ത് അവളെ മറികടന്നുപോയി. അപ്പുവും ആകെ ഒരു പരവേശത്തോടെ കാറിലേക്ക് വേഗം കയറി. ശേഷം കോളേജിലെത്തിയതും അവൾ കാറിൽ നിന്നിറങ്ങി. പക്ഷേ പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ആരോ തൻ്റെ പേര് വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. അവൾ ഒരു നിമിഷം അവിടെ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി. ഹലോ അപർണ, ഇവിടെ. അല്പം അകലിൽ നിന്നു തൻ്റെ അടുത്തേക്ക് കൈവീശി കാണിച്ചുകൊണ്ട് നടന്നു വരുന്നവനെ കാണി ആളെ മനസ്സിലായതുപോലെ അവളുടെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു. എന്തു പോക്കാടോ, ഗേറ്റ് കടന്നപ്പോൾ മുതൽ ഞാൻ തൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചതാ. ദീപു അവളെ എത്തി നോക്കിക്കൊണ്ട് കളിയായി പറഞ്ഞതും അവളൊരു വളിച്ച ചിരി ചിരിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ? ഇന്നലെ പിന്നെ കോളേജില്ലായിരുന്നല്ലോ. ആ, കുഴപ്പമില്ലായിരുന്നു ചേട്ടാ. പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ? ഏയ്, അങ്ങനെ ആരുമായി കമ്പനിയൊന്നും ആയിട്ടില്ല. സാരില്ല, അതൊക്കെ പതിയെ സെറ്റായിക്കോളും. അവൻ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞതും അവളും ഒരു ചിരിയോടെ മെല്ലെ തലയാട്ടി. എന്നാൽ പൊടുന്നനെ അവളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. പകരം അവിടെ ഭയം നിറയുന്നതുപോലെ തോന്നി അവന്. നെറ്റിച്ചൊളിച്ചുകൊണ്ട് നേരെ നോക്കിയതും തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നവളെ കാണി അവനതിൻ്റെ കാരണം പിടികിട്ടി. റിനു? തങ്ങളെ ഇരുവരെയും മാറി മാറി നോക്കി നിൽക്കുന്നവളെ കാണി അവനൊന്ന് ആഞ്ഞു നിശ്വസിച്ചു. നീ നന്നാവില്ല അല്ലേ ദീപു? അവളെ ഒന്നടിമുടി നോക്കിക്കൊണ്ട് ദീപുവിനോടായി ചോദിച്ചു അവൾ. നിനക്കെന്താ റിനു? ഞാൻ എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ കൂട്ടുകൂടും, സംസാരിക്കും. അതിൽ നിനക്കെന്താ? അവൻ അല്പം ഗൗരവത്തിൽ മറു ചോദ്യം ചോദിച്ചതും അവൾ ഒരു പുച്ഛച്ചിരിയോടെ മുഖം കോട്ടി. ആയിക്കോട്ടെ, ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. ഇരുവരെയും ഒന്നുകൂടി നോക്കി, പ്രത്യേകിച്ച് തൻ്റെ അരികിൽ നിൽക്കുന്നവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ അവരെ കടന്നുപോയി. ഇവൾക്കിതെന്താ? അപർണ ഇതൊന്നും കാര്യമാക്കണ്ട. ഞാനെന്തായാലും ഇതേക്കുറിച്ച് ജയോട് സംസാരിക്കുന്നുണ്ട്. ദീപു പെട്ടെന്ന് അവൻ്റെ പേര് പറഞ്ഞതും അപ്പോൾ ഒന്ന് ഞെട്ടി. അല്ല, തനിക്ക് അവനെ അറിയില്ലായിരിക്കും അല്ലേ? താൻ കണ്ടിട്ടുണ്ടാവും. അവനാ ഈ കോളേജിലെ സ്റ്റുഡൻറ് ചെയർമാൻ. ദീപു അവൾക്കവനെ അറിയില്ലെന്ന് കരുതി പറഞ്ഞതും അപ്പു മറ്റൊന്നും മിണ്ടാതെ ഒന്ന് മൂളുക മാത്രം ചെയ്തു. അങ്ങനെ ക്ലാസ്സിലെത്തിയതും പതിവ് പോലെ തന്നെ കുട്ടികളൊന്നും തന്നെ അവളോട് മിണ്ടാനോ കൂട്ടുകൂടാനോ വന്നില്ല. അതിലവൾക്ക് അല്പം സങ്കടമുണ്ടെങ്കിലും അവർ മറ്റു തരത്തിൽ തന്നെ ഉപദ്രവിക്കുന്നൊന്നും ഇല്ലല്ലോ എന്ന ആശ്വാസമായിരുന്നു. ദിവസങ്ങൾ ഓരോന്ന് പിന്നെയും കൊഴിഞ്ഞു. ഇപ്പോൾ അപ്പു അവിടെ എത്തിയിട്ട് ഒരാഴ്ചക്ക് മേലെ ആയിരിക്കുന്നു. അന്നത്തെ ആ വിളിക്ക് ശേഷം കട്ടിലിലേക്ക് പിന്നീടൊരു ക്ഷണം അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഒപ്പം കണ്ടാൽ വലിയ മൈൻഡും അവനിപ്പോൾ ചെയ്യാറില്ല എന്നത് അവളിൽ തെല്ല് സങ്കടമുണ്ടാക്കി. അങ്ങനെ ഒരു വൈകുന്നേരം കോളേജ് വിട്ട് കാറിൽ വീട്ടിലേക്ക് എത്തിയതും ഉമ്മറത്ത് മറ്റൊരു കാറ് കിടക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അച്ഛൻ്റെ കാറാണല്ലോ, ഇന്ന് നേരത്തെ വന്നോ?
അവൾ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് മനസ്സിലോർത്തതും ഫോണും ചെവിയിലേക്ക് ചേർത്തു തൻ്റെ സാരി ശരിയാക്കുന്ന ശ്രീദേവിയെയാണ് കണ്ടത്. ആ മോളെ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ തറവാട്ടിലേക്ക് പോകണമെന്ന്. ഇനിയും വൈകിപ്പിക്കേണ്ട, നേരെ ചെന്ന് റെഡിയായിക്കോ. അവർ തൻ്റെ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ അവളോടായി പറഞ്ഞതും അവൾ വേഗം തലയാട്ടി സമ്മതിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. തലേന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് നാളെ തറവാട്ടിൽ പോവണം, അവിടെ തറവാട്ടമ്പലത്തിൽ ഉത്സവം വരുവാണ്, നാളെ തന്നെ എത്തണമെന്ന് അച്ചമ്മ നിർബന്ധം പറഞ്ഞു എന്ന് അമ്മ പറയുന്നത്. കോളേജിൽ ലീവാക്കേണ്ടി വരും. പിന്നെയുള്ളൊരാശ്വാസം ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് ഡിഗ്രിക്കാർക്ക് ക്ലാസ് ഉണ്ടാവില്ല എന്നതാണ്. അവൾ തൻ്റെ ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വേഗം തയ്യാറായി. ശേഷം ജയ് വന്നതും എല്ലാവരും കൂടി കാറിൽ കയറി യാത്ര തുടർന്നു. അവനായിരുന്നു കാർ ഓടിച്ചത്. ഏകദേശം ഒരു 2 മണിക്കൂർ യാത്ര മതി അവിടേക്ക്. അമ്മ പറഞ്ഞു തറവാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം നേരിട്ട് കാണാൻ പോകുന്നതോർക്കെ വല്ലാത്ത സന്തോഷം തോന്നുന്നു. അവൾ ഒരു പുഞ്ചിരിയോടെ ഓർത്തു. ഒപ്പം നോട്ടം മുൻപിലായി ഇരുന്ന് കാർ ഓടിക്കുന്നവനിലേക്ക് വന്നെത്തിയതും അവളിൽ അല്പം പരിഭവം നിറഞ്ഞു. അന്ന് അങ്ങനെ ചെയ്തതിന് ഇത്രക്ക് അങ്ങോട്ട് മുഖം കയറ്റി നടക്കണോ? അവൾ ചുണ്ടുമെല്ലെക്കൊട്ടി മനസ്സിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നതും അത്രയും നേരം മുൻപിലേക്ക് പായിച്ചിരുന്ന അവൻ്റെ കണ്ണുകൾ മിററിലൂടെ പിന്നിലിരിക്കുന്നവളിലേക്ക് ഒരു നിമിഷം പാളിയെത്തി. പക്ഷേ അവൻ്റെ കണ്ണുകൾ തന്നെ തേടിയെത്തിയത് അവൾ അറിഞ്ഞില്ല. കാർ ഒരു വലിയ മുറ്റത്തേക്ക് ഓടിച്ചു കയറ്റി നിർത്തിയതും 4 പേരും കാറിൽ നിന്നിറങ്ങി. അപ്പുവിൻ്റെ കണ്ണുകൾ ആ വലിയ ഇരുനിലയായി പണി കഴിപ്പിച്ച 4 കെട്ട് കാണി അത്ഭുതം കൊണ്ട് വിടർന്നു. പഴമയുടെ പ്രൗഢി അല്പം പോലും നഷ്ടപ്പെടാതെ തലയുയർത്തി നിൽക്കുന്ന ആ തറവാടിനെ അവൾ കൺകുളിർക്കെ കണ്ടു നിന്നു. തുടരും.